ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ജർമ്മനിയിൽ എത്തിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പോവാണ്. എനിക്ക് ഇതുവരെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതും ട്രെയിനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ട്രെയിനിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഇവിടെ എങ്ങനെയാണ് ട്രെയിൻ കയറേണ്ടതെന്നും ഒറ്റ ഐഡിയ ഇല്ലാതെ ഞാൻ പോകുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫ്രാങ്ക്ഫൂട്ടിൽ നിന്ന് എൻ്റെ സ്ഥലത്തോട്ട് മാത്രമാണ് ആകെ ട്രെയിനിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രെയിനിലും ബസ്സിലും കയറാൻ പോവുകയാണ്. ലാംഗ്വേജ് മെല്ലെ മെല്ലെ സെറ്റ് ആവുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. അത് 4 ട്രെയിൻ മാറി കയറാം. കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് 3 ദിവസത്തെ ഒരു സെമിനാർ നടക്കുന്നുണ്ട് എനിക്ക്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പോകുന്നത്. എൻ്റെ അവസ്ഥ കണ്ടിട്ടാന്ന് തോന്നുന്നു ദൈവം എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തിയ ആള് എൻ്റെ അതേ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. ആളുടെ ഇത് ലാസ്റ്റ് സെമിനാറും എൻ്റെ ഫസ്റ്റ് സെമിനാറും ആയിരുന്നു. പിന്നെ ഞാൻ മെല്ലെ ആളുടെ അടുത്ത് കമ്പനിയായി എൻ്റെ അവസ്ഥ എങ്ങോട്ട് പറഞ്ഞു. എനിക്ക് ഒരു ഐഡിയ ഇല്ല, എങ്ങനെ കയറണമെന്നും പോകണമെന്നും ഒന്നും അറിയില്ല എന്ന്. പിന്നെ പുള്ളിക്കാരനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ സെമിനാറിന് എത്തിയപ്പോൾ അവിടെ ഓരോ രാജ്യത്തു നിന്നും വന്നിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു. ഈ വരുന്ന പലരും ജർമ്മനിയുടെ പല പല ഭാഗങ്ങളിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ സെമിനാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു വൈഫൈ തരില്ല, പിന്നെ ഇതൊരു റേഞ്ച് ഇല്ലാത്ത പ്ലേസ് കൂടെയാണ്. അതുകൊണ്ട് ഫോണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. പല രാജ്യത്തെ കഥകൾ കേൾക്കാൻ പറ്റി, പല രാജ്യത്തെ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റി, എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്തു. അങ്ങനെ ഭയങ്കര അടിപൊളിയായിരുന്നു. ജർമ്മനിയിൽ എത്തിയിട്ടുള്ള ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നെപ്പോലെയുള്ള പുതിയതായി വന്നവർക്ക് നല്ലോണം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഈ സെമിനാറിൽ നമുക്കുള്ള ഫുഡ് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം. അതും എല്ലാവരും കൂടെ നിന്ന് വേണം കുക്ക് ചെയ്യാൻ. ആദ്യം കേട്ടപ്പോൾ ഇത്തിരി മടിയൊക്കെ തോന്നി. പിന്നെ എല്ലാവരും കൂടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ പല രാജ്യത്തെ ഫുഡായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴും അതിനൊരു സുഖമായിരുന്നു. മലയാളി ഇല്ലാതെ എന്ത് ജർമ്മനിയിലെ. അങ്ങനെ എനിക്കും കിട്ടി 2 എണ്ണത്തിന്. ഞങ്ങൾ 3 പേരും ജർമ്മനിയുടെ 3 ഭാഗത്തു നിന്ന് വന്നവരായിരുന്നു. പക്ഷെ മുന്നെങ്ങാണ്ട് കണ്ട് പിന്നെ ഒരു 5-6 വർഷം കാണാതിരുന്നിട്ട് കിട്ടുമ്പോഴുള്ളൊരു ഫീലില്ലേ, എന്തൊക്കെയോ സംസാരിക്കില്ലേ, അതുപോലെയായിരുന്നു. ഞങ്ങളുടെ സംസാരം കാരണം ആ സെമിനാറിന് വന്നവർക്കൊന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളോട്, നിങ്ങൾക്ക് ഇതിനു മുന്നേ പരിചയം ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഞങ്ങളാണെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസമാണ് ആദ്യമായിട്ട് കാണുന്നത് പോലും. ഞങ്ങളുടെ 3 പേരുടെ സംസാരം കേട്ടിട്ട് നിങ്ങളിത് ഏത് ഭാഷ സംസാരിക്കുന്നതെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. അവരാദ്യമായിട്ടല്ലേ ഈ മലയാളം കേൾക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കുറെ ഗെയിംസ് ഒക്കെ കളിച്ച് അടിപൊളിയായിട്ട് ഈ 3 ദിവസത്തെ സെമിനാർ വൈൻഡപ്പ് ചെയ്തു. ഇനി എല്ലാവരും പഴയ പോലെ ജർമ്മനിയുടെ പല പല ഭാഗത്തോട്ട് പോവുകയാണ്. ഇനി ചിലപ്പോൾ ഇനി അടുത്ത സെമിനാറിന് ഒരുമിച്ച് ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.